നമസ്കാരം. യമൻ കാരശ്ശേരിയുടെ പുതിയൊരു പ്രസ്താവന കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകളിൽ വീണ്ടും വലിയ രീതിയിലുള്ള സംവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മുഖം മൂടുന്ന പർദ്ദ സ്ത്രീവിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമാണെന്നും തട്ടമോ ശിരോവസ്ത്രമോ ധരിക്കുന്നതിന് താൻ എതിരല്ല എന്നും അത് മതവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നും എന്നാൽ നിഖാബ് സ്ത്രീയെ കരിങ്കുപ്പായത്തിൽ കുഴിച്ചുമൂടുന്ന പരിപാടിയാണെന്നും മുഖം മൂടുന്ന പർദ്ദയിട്ടത് ആരാണെന്നറിയാൻ അടുത്തിരിക്കുന്ന ആൾക്ക് അവകാശമുണ്ടെന്നും കാരശ്ശേരി പറഞ്ഞു. കാരശ്ശേരിയുടെ പരാമർശം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ഗൗരവമേറിയ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. മതം വിട്ട് യുക്തിവാദിയായി എന്ന് പറയുന്ന കാരശ്ശേരി എന്തിനാണ് നിരന്തരം ഇസ്ലാമിക ആചാരങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്? എന്തായാലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും കുറിച്ച് സംസാരിക്കുന്ന ആധുനിക ലോകത്ത് മുഖം പൂർണ്ണമായി മൂടുന്ന വസ്ത്രധാരണ രീതികൾ വ്യക്തിയെ അദൃശ്യനാക്കുന്നു എന്ന വാദം വളരെയധികം ശക്തമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ മുഖാമുഖം സംസാരിക്കുമ്പോഴും ആശയവിനിമയം നടത്തുമ്പോഴും പരസ്പരം മുഖം കണ്ടുകൊണ്ടുള്ള ഇടപെടലുകൾ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മുഖം മൂടുന്ന വസ്ത്രരീതികൾ ഈ ഒരു അടിസ്ഥാന ആശയവിനിമയത്തെ പോലും തടസ്സപ്പെടുത്തുന്നു. ഇത് ആധുനിക സമൂഹത്തിൻ്റെ തുല്യതയ്ക്കും സുതാര്യതയ്ക്കും എതിരാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യാവകാശങ്ങളുടെ ലംഘനമാണ് ഇത്തരം ആചാരങ്ങളിലൂടെ സംഭവിക്കുന്നതെന്ന വാദം ശക്തമാകുമ്പോൾ ഇതിനെതിരെ നിയമപരമായ ചർച്ചകൾ നടക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കടന്നു വരാനും സ്വന്തം മുഖത്തോടെ അഭിമാനത്തോടെ ജീവിക്കാനും ഇത്തരം അടിച്ചമർത്തൽ രീതികൾ മാറേണ്ടതുണ്ട്. ദേശീയ സുരക്ഷയുടെയും ക്രമസമാധാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ മുഖം മറയ്ക്കുന്ന വസ്ത്രധാരണ രീതികൾ ഗുരുതരമായ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മുൻകാലങ്ങളിൽ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും സുരക്ഷാ കാരണങ്ങളാൽ നിഖാബ് നിരോധിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത് നാം കണ്ടതാണ്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഇത്തരം മറവുകൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ പോലും തിരഞ്ഞെടുപ്പ് കാലത്ത് കള്ളവോട്ട് ചെയ്യാനും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി പരാതികൾ ഉയരാറുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം മൂടിക്കൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുമ്പോൾ അവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ ഉപരിയായി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്. BJP എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്ര സുരക്ഷ ആദ്യമെന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിഷയങ്ങളിൽ കർശനമായ നിയമപരമായ പുനഃപരിശോധനകളും ആവശ്യമാണ്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ജനാധിപത്യ രാജ്യത്ത് സ്ഥാനമില്ല. BJPയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്നും ദേശീയവാദ നിലപാടുകളിൽ നിന്ന് നോക്കുമ്പോൾ തുല്യതയും ഏകീകൃത സ്വഭാവമുള്ള ഒരു സമൂഹത്തെയാണ് നാം ലക്ഷ്യം വെക്കുന്നത്. ലിംഗനീതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പാടില്ല എന്ന നിലപാടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ദേശീയ കാഴ്ചപ്പാടുള്ളവർ സ്വീകരിക്കേണ്ടത്. ഇസ്ലാം മത വിഭാഗത്തിലെ സ്ത്രീകൾ മാത്രം തങ്ങളുടെ മുഖം മറച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നത് അവരുടെ മൗലികാവകാശങ്ങളുടെ ലംഘനം കൂടിയാണ്. മുത്തലാഖ് നിരോധനം പോലുള്ള വിപ്ലവകരമായ തീരുമാനങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ചരിത്രപരമായ ചുവടുവെപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായി കണക്കാക്കാനും അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാനും സഹായിക്കുന്ന എല്ലാത്തരം ആചാരങ്ങൾക്കുമെതിരെ ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. തുല്യതയുടെയും നീതിയുടെയും പാതയിലൂടെ മുന്നേറുന്ന ഭാരതത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഇത്തരം സമ്പ്രദായങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇത്തരം വിഷയങ്ങളിൽ നാം ഉന്നയിക്കുന്ന സംശയങ്ങളും ചോദ്യങ്ങളും വളരെയധികം പ്രസക്തമാണ്. ഇസ്ലാം വിട്ട് യുക്തിവാദി എന്ന് പറയുന്ന കാരശ്ശേരി എന്തുകൊണ്ടാണ് ഇസ്ലാം വിരുദ്ധത പറയുന്നതെന്ന ചോദ്യം ഇവിടെ വീണ്ടും പ്രസക്തമാവുകയാണ്. ഈ വിമർശനങ്ങൾ പലപ്പോഴും യഥാർത്ഥ സാമൂഹിക നവീകരണത്തിന് വേണ്ടിയാണോ അതോ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ എന്ന സംശയവും ഒരു സാധാരണക്കാരായ ജനങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾ എവിടെയായാലും അത് ചോദ്യം ചെയ്യപ്പെടണം. സംശയങ്ങൾ ചോദിക്കാനും സംവാദങ്ങൾ നടത്താനുമുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. എന്നാൽ ആ സംവാദങ്ങൾ കേവലം വിമർശനങ്ങളിൽ ഒതുങ്ങാതെ യഥാർത്ഥ പരിഹാരങ്ങളിലേക്കും നിയമപരമായ മാറ്റങ്ങളിലേക്ക് നയിക്കപ്പെടണം. സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ല. പർദ്ദയോ തട്ടമോ ധരിക്കുന്നത് വ്യക്തികളുടെ വിശ്വാസ സ്വാതന്ത്ര്യമായിരിക്കും. എന്നാൽ മുഖം പൂർണ്ണമായും മറയ്ക്കുന്നത് സാമൂഹിക സുരക്ഷയ്ക്കും സ്ത്രീകളുടെ വ്യക്തിത്വ വികാസത്തിനും ഒരുപോലെ തടസ്സം തന്നെയാണ്. ഇസ്ലാമിക വിരുദ്ധമെന്ന് കാരശ്ശേരി വിശേഷിപ്പിച്ചാലും ഇല്ലെങ്കിലും ഇത് ആധുനിക കാലഘട്ടത്തിൻ്റെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഒന്ന് തന്നെയാണ്. സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ സജീവമായി പങ്കാളികളാകേണ്ട ഈ ഒരു കാലത്ത് അവരുടെ മുഖം മറയ്ക്കുന്ന ഏത് രീതിയും നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്.
വ്യക്തിസ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരുടെ സുരക്ഷയെ ബാധിക്കാത്തത് വിധവും നിയമവ്യവസ്ഥയെ മാനിക്കുന്ന വിധവുമായിരിക്കണം. അതിനാൽ തന്നെ മുഖം മറയ്ക്കുന്ന വസ്ത്രധാരണ രീതികൾക്കെതിരെ ശക്തമായ ഒരു പൊതുജന അഭിപ്രായം രൂപപ്പെടേണ്ടത് അനിവാര്യം കൂടിയാണ്. ഭാവിയുടെ ലോകം കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമായ ഒന്നായിരിക്കണം. ഭാവിയിലെ സാങ്കേതിക വിദ്യയും നിരീക്ഷണ സംവിധാനങ്ങളും വളർന്നു വരുമ്പോൾ ആളുകളെ തിരിച്ചറിയുക എന്നത് സുരക്ഷാ ഏജൻസികൾക്ക് മാത്രമല്ല, സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റങ്ങളുമൊക്കെ സജീവമാകുന്ന ഒരു കാലഘട്ടത്തിൽ മുഖം പൂർണ്ണമായി മറച്ചുകൊണ്ടുള്ള വസ്ത്രധാരണ രീതികൾ സാങ്കേതികമായ പുരോഗതിക്കും സുരക്ഷാ സംവിധാനങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഭാവിയിൽ ഇത്തരം ആചാരങ്ങൾ കൂടുതൽ അപ്രസക്തമാവുകയും വ്യക്തികൾ കൂടുതൽ തുറന്നതും പുരോഗമനപരമായ കാഴ്ചപ്പാടുകളിലേക്ക് മാറുകയും ചെയ്യും. ഭാരതം ഒരു ആധുനിക വികസിത രാജ്യമായി മാറുന്ന യാഥാസ്ഥിതിക ചിന്തകളെയും അടിച്ചമർത്തൽ രീതികളെയും പിന്നിലുപേക്ഷിച്ച് മുന്നേറേണ്ടത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. ദേശീയ സുരക്ഷയ്ക്കും സാമൂഹിക പുരോഗതിക്കും വേണ്ടി നിലകൊള്ളുന്ന BJP അനുകൂല നിലപാടുകളിൽ ഉറച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നയങ്ങൾ നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേവലം പ്രസ്താവനകളിലോ ചർച്ചകളിലോ മാത്രം ഒതുങ്ങാതെ സ്ത്രീകളുടെ ഉന്നമനത്തിനും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി നിയമപരമായ ചുവടുവെപ്പുകൾ ഉണ്ടാകണം. വരുംകാലങ്ങളിൽ ഭീകരവാദത്തിൻ്റെയോ കുറ്റകൃത്യങ്ങളുടെയോ ചെറിയൊരു പഴുതുപോലും ബാക്കി വെക്കാത്ത വിധത്തിലുള്ള കർശനമായ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. എല്ലാ പൗരന്മാർക്കും സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളുടെ നിരോധനം പോലുള്ള വിഷയങ്ങൾ ഭാവിയിൽ നിർണായകമായ പങ്കുവഹിക്കുമെന്നതിലും സംശയമില്ല. കാരശ്ശേരിയുടെ പ്രസ്താവനയെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഉള്ള വാദങ്ങൾക്കപ്പുറം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും ഇതാണ് കൂടുതൽ ഗുണമെന്ന് നാം ചിന്തിക്കണം. മതത്തിൻ്റെ പേരിൽ എന്തുമാവാമെന്ന ചിന്ത മാറി നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും രാജ്യസുരക്ഷയാണ് പരമപ്രധാനമെന്നുമുള്ള ഒരു ബോധം എല്ലാവരിലും ഉണ്ടാകണം. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു മതനിയമം കാരണം ഒരു ഭീകരവാദിക്ക് പോലും പർദ്ദയിട്ട് നമ്മുടെ മുന്നിൽ സുഗമമായി വിഹരിക്കാൻ സാധിക്കും. BJP മുന്നോട്ട് വെക്കുന്ന ശക്തമായ ഭരണകൂടവും ദേശീയ സുരക്ഷാ നയങ്ങളും ഇത്തരം അനാചാരങ്ങളെ വേരോടെ പിഴുതെറിയാൻ പര്യാപ്തമാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം തെറ്റായ ആചാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നാം ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട്. മറ്റു മതങ്ങളെല്ലാം അവയുടെ ഉള്ളിലെ അനാചാരങ്ങളെയെല്ലാം കാലാകാലങ്ങളായി പരിഹരിച്ചിട്ടുണ്ട്. മാറുന്ന ലോകത്തിനൊപ്പം ഭാരതവും മുന്നോട്ട് കുതിക്കുമ്പോൾ സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്ന എല്ലാത്തരം യാഥാസ്ഥിതിക ചിന്തകളെയും ആചാരങ്ങളെയും നാം എതിർത്ത് തോൽപ്പിക്കേണ്ടതുമുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും ദേശീയ സുരക്ഷയ്ക്ക് പൂർണ്ണ ഉറപ്പുള്ളതുമായ ഒരു ശക്തമായ ഭാരതത്തെയാണ് നമ്മൾ ഭാവിയിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് രാജ്യം മുന്നേറുമ്പോൾ ഇത്തരം പരിഷ്കരണവാദ ചിന്തകളും സുരക്ഷാ മുൻകരുതലുകളും നമ്മുടെ സമൂഹത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ സാധിക്കുമെന്നതിലും സംശയമില്ല. രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ശക്തമായ തീരുമാനങ്ങളിലൂടെ മാത്രമേ നമുക്ക് സുരക്ഷിതമായൊരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷയും അതുപോലെ തന്നെ ലിംഗനീതിയും പൗരന്മാരുടെ മൗലിക അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആധുനിക ലോകം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ അത്ഭുതകരമായ കുതിച്ചുചാട്ടം നടത്തുമ്പോൾ പണ്ടെന്നോ രൂപപ്പെട്ടതും കാലഹരണപ്പെട്ടതുമായ ചില ആചാരങ്ങളുടെ പേരിൽ മാത്രം ഒരു വിഭാഗം ജനങ്ങൾ, വിശിഷ്യ സ്ത്രീകൾ, മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെടുകയും സ്വന്തം മുഖം പോലും പുറത്തു കാണിക്കാൻ കഴിയാത്ത വിധം ഇരുണ്ട ലോകത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും നിഷേധമാണ് ഇത്തരം സമ്പ്രദായങ്ങളിലൂടെ നടപ്പിലാകുന്നതെന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. BJP എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ദേശീയവാദ കാഴ്ചപ്പാടുകളും ശക്തമായ ഭരണകൂട നയങ്ങളും ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്താൻ നമ്മെ പ്രാപ്തരാക്കുന്നുണ്ട്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതും കുറ്റകൃത്യങ്ങൾക്കും കള്ളവോട്ടുകൾക്കും മറയായി മാറുന്നതുമായ മുഖം മൂടുന്ന വസ്ത്രധാരണ രീതികളെ കർശനമായി നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ നിരോധിക്കുകയോ ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരുടെ സുരക്ഷയെ ഹനിക്കുന്നതോ രാജ്യത്തിൻ്റെ ക്രമസമാധാന നിലയെ ബാധിക്കുന്നതോ ആകരുതെന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ ഇടയില്ല. വരും തലമുറകൾക്ക് കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമായ വികസിതവുമായ ഒരു നാട് സമ്മാനിക്കാൻ ഇത്തരം യാഥാസ്ഥിതിക ആചാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചേ തീരൂ. സ്ത്രീകളുടെ അന്തസ്സും അവകാശങ്ങളും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നതും ഭീകരവാദത്തിൻ്റെയോ കുറ്റകൃത്യങ്ങളുടെയോ ചെറിയൊരു പഴുതുപോലും ബാക്കി വെക്കാത്തതുമായ ശക്തമായ ഒരു ഭാരതത്തെയാണ് നാം ഭാവിയിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ആ മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഈ യാത്രയിൽ സങ്കുചിത ചിന്തകളെയും അനാചാര
അനാചാരങ്ങളെയും പുറന്തള്ളി രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു കൂട്ടായ മുന്നേറ്റങ്ങൾ മാത്രമേ നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.